പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഡിസംബർ 2 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ലേഡീസ് കറണ്ട് അഫേഴ്സ്. ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോളജ് അത് എപ്പോഴും നമുക്കൊരു പുതുമയാണ്. നമ്മളെന്നും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ലേഡീസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 29ാമത് IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫോർ ആൻ ഹുയി. 29ാമത് IFFK ആൻ ഹുയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 29ാമത്തെ IFFK, അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് ആരംഭിക്കാൻ പോകുന്നത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിനെ ആരെ തിരഞ്ഞെടുത്തു? ആൻ ഹുയി. ആൻ ഹുയിയാണ് 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ആരംഭിക്കാൻ പോവുകയാണ്. ഇതിലെ അവാർഡ് ആയിട്ടുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആണ് ആൻ ഹുയിക്ക് ലഭിക്കാൻ പോകുന്നത്. ചലച്ചിത്ര നിർമ്മാതാവും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹുയി ഏത് രാജ്യക്കാരിയാണ്? ഹോങ്കോങ്. ഹോങ്കോങ് സ്വദേശിയായിട്ടുള്ള ആൻ ഹുയിക്കാണ് 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകാൻ പോകുന്നത്. 2024 ഡിസംബർ 13 മുതൽ 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഏത് സ്ഥലത്താണ് സംഘടിപ്പിക്കുന്നത്? തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരത്താണ് എല്ലാ വർഷവും IFFK എന്ന ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ പ്രാവശ്യം ഡിസംബർ 13 മുതലാണത്. 29ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അപ്പൊ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ആയിട്ടുള്ള ഈ ഒരു അവാർഡ് ആണ് ഹോങ്കോങ് സ്വദേശിയായിട്ടുള്ള ആൻ ഹുയിക്ക് നൽകാൻ പോകുന്നത്. ഡിസംബർ 13 29ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ആരംഭിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഫോർ ഷോർട്ട് റിഫിറ്റ് ആൻഡ് ഡ്രൈ ഡോക്കിംഗ് ഓഫ് INS വിക്രമാദിത്യ. INS വിക്രമാദിത്യയുടെ ഷോർട്ട് റീഫിറ്റിനും ഡ്രൈ ഡോക്കിങ്ങിനുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലഭിച്ചിട്ടുള്ള ഒരു കരാർ ആണത് INS വിക്രമാദിത്യയുടെ. ഇന്ത്യയുടെ വിമാനവാഹന കപ്പലാണ് INS വിക്രമാദിത്യ. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിമാനവാഹന കപ്പലായ INS വിക്രമാദിത്യയുടെ ഷോർട്ട് റിഫിറ്റിംഗും ഡ്രൈ ഡോക്കിങ്ങിനും 1207 കോടി രൂപയ്ക്ക് ഏറ്റെടുത്ത ഷിപ്പിംഗ് കമ്പനി ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. INS വിക്രമാദിത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നേവിയുടെ ഒരു വിമാനവാഹന കപ്പലാണ്. ഈ ഒരു കപ്പലിനാണ് ഇപ്പോൾ 1207 കോടി രൂപയ്ക്ക് ഷോർട്ട് റിഫിറ്റും ഡ്രൈ ഡോക്കിംഗ്. ഡ്രൈ ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ കപ്പലിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉയർത്തി അത് ഒരു പ്രത്യേക സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയും അവിടെ നടക്കാൻ പോകുന്ന മെയിൻ്റനൻസും റിപ്പയർ എന്നിവയ്ക്ക് വേണ്ടിയാണ് 1207 കോടി രൂപയ്ക്ക് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് ഈ ഒരു കരാർ ലഭിച്ചിട്ടുള്ളത്. INS വിക്രമാദിത്യ എന്ന പരിഷ്കരിച്ച കീവ് ക്ലാസ് വിമാനവാഹന കപ്പൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് വാങ്ങിയത്? റഷ്യ. ഇന്ന് റഷ്യയുടെ തന്നെ MiG-21 മിക്സ് സീരീസ് വിമാനങ്ങൾ, Su-30, IL-76 എന്ന വിമാനങ്ങൾ, അതുപോലെ തന്നെ INS വിക്രമാദിത്യ, ഇതും ഇന്ത്യ വാങ്ങിച്ചിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യക്ക് ഇപ്പോൾ 2 വിമാനവാഹന കപ്പൽ ആണുള്ളത്. ഒന്ന് INS വിക്രമാദിത്യയും മറ്റൊന്ന് INS വിക്രാന്ത്. INS വിക്രാന്ത് എന്ന കപ്പൽ ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതായത് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കപ്പലാണത്. 2022 സെപ്റ്റംബർ 2 INS വിക്രാന്ത് എന്ന കപ്പൽ ഇന്ത്യൻ നേവി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ച് നിർമ്മിച്ചിട്ടുള്ളതും ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുള്ളതും. ഇത് 2022 സെപ്റ്റംബർ 2 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു ഈ ഒരു കപ്പൽ ഇതിന്റെ കമ്മീഷൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ നേവിക്ക് കൈമാറിയിട്ടുള്ളത്. INS വിക്രമാദിത്യ വാങ്ങിയ വർഷം 2013. 2013 INS വിക്രമാദിത്യ എന്ന കപ്പൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. വിമാനവാഹന കപ്പലായ INS വിക്രമാദിത്യയുടെ ഷോർട്ട് റീഫിറ്റിനും ഡ്രൈ ഡോക്കിങ്ങിനുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഏത് സംഘടനയുമായി കരാർ ഒപ്പിട്ടു? പ്രതിരോധ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആയിട്ടുള്ള ഒരു കരാർ ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്. അതായത് ഈയടുത്ത് വരാൻ പോകുന്ന ഒരു ഷോർട്ട് റീഫിറ്റിങ്ങും ഡ്രൈ ഡോക്കിങ്ങിനുമായിട്ട് 1207 കോടി രൂപയുടെ ഒരു കരാർ ആണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസും കൊച്ചിൻ ഷിപ്പ്യാർഡ് തമ്മിൽ നടത്തിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് Indian Army, Singapore Armed Forces conclude Joint Military Exercise Agni Warrior 2024.
ഇന്ത്യൻ സൈന്യവും സിംഗപ്പൂർ സായുധ സേനയും സംയുക്ത സൈനികാഭ്യാസം അഗ്നിവാര്യർ 2024 സമാപിച്ചു. ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സംയുക്ത സൈനികാഭ്യാസം അഗ്നിവാര്യർ XAW 2024 ഏത് രാജ്യത്തിനുമിടയിലാണ്? ഇന്ത്യയും സിംഗപ്പൂരും. ഇന്ത്യ സിംഗപ്പൂരിന്റെ ഒരു മിലിറ്ററി ആർമി എക്സസൈസ് ആണ് അഗ്നിവാര്യർ. അഗ്നിവാര്യറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആർമി എക്സസൈസ് ഇപ്പോൾ സമാപിച്ചു. സംയുക്ത സൈനികാഭ്യാസ അഗ്നിവാര്യർ 13ാമത് എഡിഷൻ 2024 നവംബർ 28 മുതൽ 30 വരെ ഏത് സ്ഥലത്താണ് നടന്നത്? ദേവ്ലാലി, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശമാണ് ദേവ്ലാലി. ദേവ്ലാലിയിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഗ്നിവാര്യർ എന്ന ഈ ഒരു മിലിറ്ററി എക്സസൈസ് നടന്നിട്ടുള്ളത്. നവംബർ 28 മുതൽ നവംബർ 30 വരെയായിരുന്നു. 3 days എക്സസൈസ് ആയിരുന്നു, ആർമി എക്സസൈസ് ആയിരുന്നു ഇന്ത്യ സിംഗപ്പൂരിന്റെ അഗ്നിവാര്യർ. സംയുക്ത സൈനിക അഭ്യാസമായ അഗ്നിവാര്യർ സിംഗപ്പൂർ ആർട്ടിലറിക്കൊപ്പം പങ്കെടുത്ത ഇന്ത്യൻ ആർമിയുടെ ഏത് റെജിമെന്റ്? ആർട്ടിലറി റെജിമെന്റ്. ഇന്ത്യയുടെ വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു റെജിമെന്റ് ആണ് ആർട്ടിലറി റെജിമെന്റ്. ആർട്ടിലറി റെജിമെന്റും സിംഗപ്പൂർ ആർട്ടിലറിക്കൊപ്പമുള്ള ഒരു എക്സസൈസ് ആയിരുന്നു അഗ്നിവാര്യർ 2024. സംയുക്ത സൈനിക അഭ്യാസമായ അഗ്നിവാര്യർ XAW 2023 12ാം പതിപ്പ് എവിടെയാണ് നടത്തിയത്? ദേവ്ലാലിയിലെ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകൾ. 13ാമത്തെ അഗ്നിവാര്യർ 2024 ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് നടന്നിട്ടുള്ളത് ദേവ്ലാലിയിലാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പത്തെ എക്സസൈസ് ആയിട്ടുള്ള 12ാമത്തെ പതിപ്പും നടന്നിട്ടുള്ളത് ദേവ്ലാലിയിലെ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ വെച്ചാണ്. ഇത് ഇന്ത്യൻ ആർമിയുടെ ആർട്ടിലറി റെജിമെന്റും സിംഗപ്പൂരിന്റെ ആർട്ടിലറിക്കൊപ്പം നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് അഗ്നിവാര്യർ 2024. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഹോം മിനിസ്റ്റർ അമിത് ഷാ ഗ്രീറ്റ്സ് BSF പേഴ്സണൽ ആൻഡ് ദർ ഫാമിലീസ് ഓൺ ദ റേസിംഗ് ഡേ ഓഫ് BSF. BSFന്റെ ഉയർച്ച ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ BSF ജവാന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശംസകൾ നേർന്നു. ഇത് ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിന്റെ 60ാം റേസിംഗ് ദിനം ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? 1 ഡിസംബർ 2024. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFന്റെ 60ാമത്തെ വാർഷികമാണ് ഈ ഡിസംബർ 1-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം 60th റേസിംഗ് ഡേ ഓഫ് BSF. അതിർത്തി സുരക്ഷാ സേനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? ദൽജിത് സിംഗ് ചൗധരി. BSF എന്ന പാരാമിലിറ്ററി ഫോഴ്സ് ഇത് വരുന്നത് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. ഇതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് ദൽജിത് സിംഗ് ചൗധരി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സ്ഥാപിതമായ വർഷം 1965. അതായത് ഇന്ത്യ ചൈന വാറിന് ശേഷമാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. 1965 ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്നിപ്പോൾ അതായത് ഡിസംബർ 1-ാം തീയതി 60ാമത്തെ റേസിംഗ് ദിനം ആയിട്ടാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആഘോഷിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന ഈ ഒരു പാരാമിലിറ്ററി ഫോഴ്സ്, ഇതിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ അത് അമിത് ഷാ, അതായത് ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത് ഷായാണ്. BSFന്റെ ഡയറക്ടർ ജനറൽ ആണ് ദൽജിത് സിംഗ് ചൗധരി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: BCCI സെക്രട്ടറി ജയ്ഷാ ടേക്സ് ചാർജ് ആസ് ചെയർമാൻ ഓഫ് ICC. BCCI സെക്രട്ടറി ജയ്ഷാ ICC ചെയർമാനായി ചുമതലയേറ്റു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിനു മുമ്പും ഇത് വന്നിട്ടുണ്ട്. അതായത് BCCIയുടെ ചെയർമാൻ എന്ന സ്ഥലത്തേക്ക് ആരെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്? അത് ജയ്ഷായാണ്. അദ്ദേഹം ഇപ്പോൾ ചെയർമാൻ ആയിട്ട് ടേക്ക് ഓവർ ചെയ്തു, അതായത് ചുമതല ഏറ്റെടുത്തു. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 1-ന് ഇന്ത്യയിൽ നിന്ന് ആരാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി ചുമതലയേറ്റത്? ജയ്ഷാ. അമിത് ഷായുടെ മകനാണ് ജയ്ഷാ. അദ്ദേഹമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 1-ാം തീയതി ICCയുടെ ചെയർമാൻ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. BCCയുടെ സെക്രട്ടറി ആയിരുന്നു ജയ്ഷാ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനാകുന്ന 5ാമത്തെ ഇന്ത്യക്കാരൻ ജയ്ഷാ. അപ്പൊ ICC എന്ന ഈ ഒരു പോസ്റ്റിലേക്ക് 5ാമത്തെ വ്യക്തിയാണ് ജയ്ഷാ. ഇതിനു മുമ്പ് ഈ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള വ്യക്തികളാണ് ജഗ്മോഹൻ ദാൽമിയ, ശരത് പവാർ, ശശാങ്ക് മനോഹർ, N ശ്രീനിവാസൻ. ഇപ്പോൾ ജയ്ഷാ 5ാമത്തെ വ്യക്തിയാണ് ICCയുടെ ചെയർമാൻ ആയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ്സ് ഇന്ത്യൻ അമേരിക്കൻ കാഷ് പട്ടേൽ ടു ലീഡ് FBI.
ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേലിനെ FBI തലപ്പത്തേക്ക് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ഇതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI ഡയറക്ടറായി നിയമിക്കപ്പെടുന്ന ഇന്ത്യൻ അമേരിക്കക്കാരന്റെ പേര് കാഷ് പട്ടേൽ. ഈ കഴിഞ്ഞ മാസമായിരുന്നു അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ. ഇതിൽ ഡൊണാൾഡ് ട്രംപ് ആണ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഇനി അടുത്ത അമേരിക്കയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലേക്ക് എടുത്തിട്ടുള്ള രണ്ടാമത്തെ ഒരു ഇന്ത്യൻ അമേരിക്കൻ ആണ് ഇപ്പോൾ കാഷ് പട്ടേൽ. കാഷ് പട്ടേൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഡയറക്ടറായിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ അവസാനത്തെ ന്യൂസ് ഹെഡിംഗ് ആണ് ദ തീം ഓഫ് വേൾഡ് എയ്ഡ്സ് ഡേ 2024. 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ തീം. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണിത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എല്ലാ വർഷവും ലോക എയ്ഡ്സ് ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? 1 ഡിസംബർ. ഡിസംബർ 1 തീയതിയാണ് വേൾഡ് എയ്ഡ്സ് ഡേ. ഇതേ ദിവസം തന്നെയാണ് ഇന്ത്യയിലും വേൾഡ് എയ്ഡ്സ് ഡേ, അതായത് എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ തീം എന്താണ്? ടേക്ക് ദി റൈറ്റ് പാത്ത്. ഈ വർഷം വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1 തീയതിയായിരുന്നു. ഈ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു തീം ആണ് ടേക്ക് ദി റൈറ്റ് പാത്ത്, ശരിയായ പാത സ്വീകരിക്കുക. 2024 ഏറ്റവും കൂടുതൽ എയ്ഡ്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഏത് ഭൂഖണ്ഡത്തിലാണ്? ദക്ഷിണാഫ്രിക്ക. സൗത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത രാജ്യം എന്ന് പറയുമ്പോൾ അത് എസ്വാറ്റിനി എന്ന രാജ്യമാണ്. ഏതാണ്ട് 27.5% ആണ് അവിടുത്തെ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2023 കണക്കനുസരിച്ചാണിത്. എസ്വാറ്റിനി എന്ന രാജ്യം ഇത് മൊസാംബിക്, സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത് വരുന്ന രാജ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലെസോത്തോ, ബോട്സ്വാന, സൗത്ത് ആഫ്രിക്ക എന്നിങ്ങനെ പോകുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇന്നിപ്പോൾ, അതായത് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കറണ്ട് അഫയേഴ്സും ജനറൽ നോളജ് ആയി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.